ഓം ശാന്തി 24/8/2025 അവ്യക്ത ബാബ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 30/11/2006. മുരളിയുടെ ടൈറ്റിലാണ് ജ്വാലാമുഖി തപസ്യയിൽ കൂടി ഞാൻ എന്ന വാൽ കത്തിച്ച് ബാബ്ദാദയ്ക്ക് സമാനരാകൂ, എങ്കിൽ സമാപ്തി സമീപത്ത് എത്തും. ഇന്ന് അഖണ്ഡവും അവിനാശിയുമായ ഖജനാവിന് അധികാരിയായ ബാബ്ദാദ തന്റെ 4 ഭാഗത്തെയും സമ്പന്നരായ കുട്ടികളുടെ ശേഖരണത്തിന്റെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 3 പ്രകാരത്തിലുള്ള സമ്പാദ്യം കണ്ടു. ഒന്നാണ് നമ്മുടെ പുരുഷാർത്ഥത്തിലൂടെ ശ്രേഷ്ഠപ്രാപ്തിയുടെ സമ്പാദ്യത്തിന്റെ കണക്ക്. രണ്ടാമത്തേത് സദാ സന്തുഷ്ടമായിരിക്കുകയും സന്തുഷ്ടമാക്കുകയും ചെയ്യുക. ഈ സന്തുഷ്ടതയിലൂടെ ആശീർവാദങ്ങളുടെ സമ്പാദ്യം. മൂന്നാമത്തേത് മനസാ വാച കർമ്മണ സംബന്ധ സമ്പർക്കത്തിലൂടെ പരിധിയില്ലാത്ത നിസ്വാർത്ഥ സേവനത്തിൽ കൂടി പുണ്യത്തിന്റെ സമ്പാദ്യം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ 3 സമ്പാദ്യങ്ങൾ പരിശോധിക്കാറുണ്ട്. ഈ 3 സമ്പാദ്യങ്ങളും എത്രമാത്രം ശേഖരിച്ചു, ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടയാളമാണ് സദാ സർവരെ പ്രതി സ്വയം പ്രതി സന്തുഷ്ടതയുടെ സ്വരൂപം. സർവരെ പ്രതി ശുഭഭാവനയും ശുഭകാമനയും. സദാ സ്വയം സന്തുഷ്ടവും ഭാഗ്യശാലി സ്ഥിതിയുടെയും അനുഭവം ചെയ്യുക. 2 സമ്പാദ്യത്തിന്റെയും അടയാളങ്ങൾ സ്വയത്തിൽ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ സർവ ഖജനാവുകളും ശേഖരിക്കാനുള്ള താക്കോലാണ് നിമിത്തഭാവം, നിർമ്മാണഭാവം, നിസ്വാർത്ഥഭാവം. പരിശോധിച്ചുകൊണ്ടിരിക്കൂ. താക്കോലിന്റെ സംഖ്യ അറിയാമോ? താക്കോലിന്റെ സംഖ്യയാണ് 3 ബിന്ദു, 3 കുത്തുകൾ. 1 ആത്മാവ് ബിന്ദു, 2 ബാബ ബിന്ദു, 3 ഡ്രാമയുടെ ഫുൾ സ്റ്റോപ്പ് ബിന്ദു. നിങ്ങൾ എല്ലാവരുടെയും അടുത്ത് താക്കോൽ ഉണ്ടല്ലോ, ഖജനാവ് തുറന്നു നോക്കാറുണ്ടല്ലോ. ഈ സർവ ഖജനാവുകളും വർദ്ധിപ്പിക്കാനുള്ള വിധിയാണ് ദൃഢത. ദൃഢത ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിലും ഇത് നടക്കുമോ ഇല്ലയോ എന്ന സങ്കല്പം ഉണ്ടാകില്ല. ദൃഢതയുടെ സ്ഥിതിയാണ് നടന്നു കഴിഞ്ഞതാണ്, ഉണ്ടായി കഴിഞ്ഞതാണ്. ഉണ്ടാകുമോ, ശേഖരിക്കുമോ ഇല്ലയോ, അങ്ങനെയല്ല. ചെയ്യുന്നതൊക്കെ ഉണ്ട്, സംഭവിക്കേണ്ടതാണ് എന്നതും പാടില്ല. ദൃഢത ഉള്ളവർ നിശ്ചയബുദ്ധിയും നിശ്ചിന്തവും നിശ്ചിതവുമായി അനുഭവം ചെയ്യും. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുള്ളതാണ്, സർവ ഖജനാവുകളുടെയും സമ്പാദ്യം ഏറ്റവും കൂടുതൽ ശേഖരിക്കണമെങ്കിൽ മന്മനാ ഭവയുടെ മന്ത്രം യന്ത്രമാക്കൂ. അതിലൂടെ സദാ ബാബയുടെ കൂടെ അടുത്തിരിക്കുന്നത് സ്വതവേ അനുഭവമാകും. പാസ്സായേ തീരൂ. 3 തരത്തിലെ പാസ്സുണ്ട്. ഒന്നാണ് പാസ്, അടുത്തിരിക്കുക. രണ്ടാമത്തേതാണ് കഴിഞ്ഞുപോയത്, പാസ്, അതായത് കഴിഞ്ഞുപോയി. മൂന്നാമത്തേതാണ് പാസ് വിത്ത് ഓണർ ആകുക. 3 പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും രാജ്യാധികാരി ആകുന്നതിനുള്ള ഫുൾ പാസ് ഉണ്ട്. ഫുൾ പാസ് നേടിയോ അതോ നേടണമോ? ഫുൾ പാസ് നേടിയവർ എല്ലാവരും കൈ ഉയർത്തൂ. നേടണം എന്നല്ല, നേടിക്കഴിഞ്ഞുവോ? മുൻനിരയിലിരിക്കുന്നവർ കൈ ഉയർത്തിയില്ല. നിങ്ങൾക്ക് നേടണമോ? ഇപ്പോൾ സമ്പൂർണമായില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. നിശ്ചയബുദ്ധിയുള്ളവർ തീർച്ചയായും വിജയികളാണ്. അതോ ആകണമോ? ഇപ്പോഴാണെങ്കിൽ സമയത്തിന്റെ വിളി ഉണ്ട്, ഭക്തരുടെ വിളി. നമ്മുടെ മനസ്സിന്റെ ശബ്ദം എന്താണ് വരുന്നത്? ഇപ്പോൾ സമ്പന്നവും സമാനവും ആയേ തീരൂ. അതോ ഇത് ചിന്തിക്കുകയാണോ? ആകണം, ചിന്തിക്കണം,
ചെയ്യണം. ഇപ്പോൾ സമയമനുസരിച്ച് എവർ റെഡിയുടെ പാഠം പക്ക ആയിരിക്കണം. എന്റെ ബാബ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ബാബ, മധുരമായ ബാബ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഏതൊന്നാണോ പ്രിയപ്പെട്ടത് അതിന് സമാനമാകുന്നത് ബുദ്ധിമുട്ടുണ്ടാകില്ല. ബാപ്ദാദ കണ്ടു, സമയമനുസരിച്ച് സമാനമാകുന്നതിൽ വരുന്ന വിഘ്നമാണ്. അത് എല്ലാവരുടെയും അടുത്ത് പ്രസിദ്ധമായ വാക്കാണ്. എല്ലാവർക്കും അറിയാം, അനുഭവിയാണ്. അതാണ് ഞാൻ എന്ന വാക്ക്. ഞാൻ എന്ന ഭാവം ബാപ്ദാദ മുൻപും പറഞ്ഞതാണ്. ഞാൻ എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ എന്ന് മാത്രം പറയരുത്, ആത്മാവാകുന്ന ഞാൻ ചേർത്ത് പറയണം. ഞാൻ ചിലപ്പോൾ അഭിമാനം കൊണ്ടുവരുന്നു. ദേഹബോധത്തിന്റെ ഞാൻ, ആത്മാവാകുന്ന ഞാൻ അല്ല. ഇടയ്ക്ക് അഭിമാനവും കൊണ്ടുവരുന്നു, ചിലപ്പോൾ അപമാനവും കൊണ്ടുവരുന്നു. ചിലപ്പോൾ മനസ്സ് തകർന്നവർ ആക്കുന്നു. അതിനാൽ ശരീരബോധത്തിന്റെ ഞാൻ എന്നത് സ്വപ്നത്തിൽ പോലും വരാൻ അനുവദിക്കരുത്. ബാപ്ദാദ കണ്ടു, സ്നേഹത്തിന്റെ വിഷയത്തിൽ കൂടുതൽ പേരും പാസ്സാണ്. ഇപ്പോൾ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? എല്ലാവരും വിമാനത്തിൽ വന്നവർ ഉണ്ട്, ട്രെയിനിൽ വന്നവരുണ്ട്, ബസ്സിൽ വന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ എത്തിച്ചത് ബാപ്ദാദയുടെ സ്നേഹത്തിന്റെ വിമാനമാണ്. സ്നേഹത്തിന്റെ വിഷയത്തിൽ പാസ്സായതുപോലെ ഇപ്പോൾ ഈ അത്ഭുതം ചെയ്യൂ. സമാനമാകുന്നതിന്റെ വിഷയത്തിലും പാസ് വിത്ത് ഓണർ ആയി കാണിക്കൂ. ഇഷ്ടമാണോ? സമാനമാകുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ് എന്നാൽ ആയിത്തീരുന്നത് കുറച്ചു പ്രയാസമാണ്. സമാനമാകുകയാണെങ്കിൽ സമാപ്തി മുന്നിൽ വരും. ഇടയ്ക്കിടയ്ക്ക് ആയിത്തീരണം എന്ന് ഹൃദയത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. പ്രതിജ്ഞ ദുർബലമായി പോകുകയും പരീക്ഷ ശക്തമാകുകയും ചെയ്യുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് ഒന്ന്, നടക്കുന്നത് വേറൊന്ന്. പ്രതിജ്ഞ ചെയ്യാറുണ്ട്, പക്ഷേ ദൃഢതയിൽ കുറവ് വരുന്നു. സമാനത ദൂരെയാകുന്നു. സമസ്യ ശക്തമാകുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും? ബാപ്ദാദയ്ക്ക് ഒരു കാര്യത്തിൽ വളരെ ചിരി വരുന്നുണ്ട്. ഏത് കാര്യമാണ്? മഹാവീരന്മാരാണ്. ഏതുപോലെ ശാസ്ത്രങ്ങളിൽ ഹനുമാനെ മഹാവീരൻ എന്ന് വിളിക്കുന്നു. വാലും കാണിക്കുന്നു. വാൽ കാണിക്കുന്നത് ഞാൻ എന്ന ഭാവത്തിന്റെ വാലാണ്. ഏതുവരെ ഒരു മഹാവീരൻ ഈ വാല് കത്തിക്കുന്നില്ലയോ അതുവരെ ലങ്ക അർത്ഥം പഴയ ലോകത്തിന്റെ സമാപ്തി ഉണ്ടാകില്ല. അതിനാൽ ഇപ്പോൾ ഈ ഞാൻ എന്ന വാല് കത്തിക്കുമ്പോൾ സമാപ്തിയുടെ സമയം സമീപത്തെത്തും. കത്തിക്കാൻ വേണ്ടി ജ്വാലാമുഖി തപസ് വേണം, സാധാരണ ഓർമ്മയല്ല. ജ്വാലാമുഖി ഓർമ്മ ആവശ്യമുണ്ട്. അതിനാൽ ജ്വാലാദേവിയുടെയും ഓർമ്മ ചിഹ്നമുണ്ട്. ശക്തിശാലി ഓർമ്മ. എന്തു ചെയ്യണം എന്ന് കേട്ടില്ലേ? ഇപ്പോൾ മനസ്സിൽ ഈ വരി മുഴങ്ങണം, സമാനമായി തീരണം. സമാപ്തി സമീപത്ത് കൊണ്ടുവരണം. താങ്കൾ പറയും, സംഗമയുഗം വളരെ നല്ലതാണല്ലോ, പിന്നെ സമാപ്തി ആകുന്നത് എന്തിനാണ്? എന്നാൽ താങ്കൾ ബാബയ്ക്ക് സമാനം ദയാലുവും കൃപാലുവും ദയാഹൃദയരുമായ ആത്മാക്കളാണ്. ഇപ്പോൾ ദുഃഖിതരും ഭക്തരുമായ ആത്മാക്കളുടെ മേൽ ദയാഹൃദയരായ ആത്മാക്കൾ ദയ കാണിക്കൂ, കരുണയുള്ളവരാകൂ. ദുഃഖം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദുഃഖിതരുടെ മേൽ ദയ കാണിച്ച് അവരെ മുക്തിധാമത്തിലേക്ക് അയക്കൂ. വാക്കിന്റെ സേവനം മാത്രമല്ല ഇപ്പോൾ ആവശ്യമായത്, മനസ്സിന്റെയും വാക്കിന്റെയും സേവനം ഒന്നിച്ചു വേണം. ഒരേ സമയത്ത് രണ്ട് സേവനവും ഒരുമിച്ചു വേണം.
സേവനത്തിന്റെ അവസരം മാത്രം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കരുത്. ചുറ്റി സഞ്ചരിക്കുമ്പോൾ തന്റെ മുഖത്തിലും പെരുമാറ്റത്തിലും കൂടി ബാബയുടെ പരിചയം കൊടുത്തുകൊണ്ടിരിക്കൂ. താങ്കളുടെ മുഖം ബാബയുടെ പരിചയം കൊടുക്കണം. താങ്കളുടെ പെരുമാറ്റം ബാബയെ പ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള സദാ സേവാധാരിയായി ഭവിക്കട്ടെ. ശരി, സ്ഥൂലത്തിൽ ബാബ്ദാദയുടെ മുന്നിൽ നിങ്ങളെല്ലാവരുമാണ് ഇരിക്കുന്നത്. സൂക്ഷ്മരൂപത്തിൽ നാനാഭാഗത്തെയും കുട്ടികൾ ഹൃദയത്തിൽ ഉണ്ട്. കാണുകയും ചെയ്യുന്നു, കേൾക്കുകയും ചെയ്യുന്നു. ദേശവിദേശത്തെ അനേകം കുട്ടികൾ ഇമെയിലിൽ കൂടി, കത്തുകളിലൂടെ, സന്ദേശങ്ങളിലൂടെ സ്നേഹസ്മരണകൾ അയച്ചിട്ടുണ്ട്. പേര് സഹിതം എല്ലാവരുടെയും ഓർമ്മ ബാബ്ദാദയ്ക്ക് കിട്ടി. ബാബ്ദാദയും ഹൃദയത്തിനുള്ളിൽ എല്ലാ കുട്ടികളെയും മുന്നിൽ കണ്ട് പാട്ടുപാടുകയാണ്. ആഹാ കുട്ടികളെ, ആഹാ. ഈ സമയത്ത് ഓരോരുത്തരെയും ഇമർജ് രൂപത്തിൽ ഓർമ്മയുണ്ട്. സന്ദേശിയോട് എല്ലാവരും വെവ്വേറെയാണ് പറയുന്നത്. ഇവർ സ്മരണകൾ അയച്ചു, ഇവർ സ്മരണകൾ അയച്ചിട്ടുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾ സങ്കൽപ്പിക്കുമ്പോൾ പിന്നീടാണ് സാധനങ്ങളിലൂടെ എത്തുന്നത്. സ്നേഹത്തിന്റെ സങ്കല്പമാണ് സാധനങ്ങളെക്കാൾ മുൻപേ എത്തുന്നത്. ശരിയല്ലേ? പലർക്കും സ്മരണകൾ കിട്ടിയില്ലേ? ശരി, ആരാണോ ആദ്യമായി വന്നിട്ടുള്ളത് അവർ കൈ ഉയർത്തു. ഇവർ സേവനത്തിലും ആദ്യ പ്രാവശ്യം വന്നവരാണ്. ബാബ്ദാദ പറയുന്നു, വന്നത് കൊള്ളാം, നിങ്ങൾക്ക് വരാനുള്ള കാലമാണ്. ശരി, ഇൻഡോർ സോൺ ബ്രാക്കറ്റിൽ എല്ലാവരുടെയും കയ്യിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ എന്റെ ബാബ എന്ന അടയാളമുണ്ട്. വളരെ നന്നായി കൈവീശുന്നുണ്ട്. എന്നാൽ ഹൃദയവും ആടണം. സദാ ഓർമ്മയിലായിരിക്കണം. എന്റേത് മറക്കരുത്. നല്ല അവസരം നേടി. ബാബ്ദാദ സദാ പറയുന്നു, ധൈര്യം വെക്കുന്നവർക്ക് ബാബ്ദാദ കോടി മടങ്ങായി സഹായം നൽകുന്നു. ധൈര്യം വെച്ചില്ലേ? നല്ലതാണ് ചെയ്തത്. ഇൻഡോർ സോൺ ആണ്. നല്ലതാണ്. ഇൻഡോർ സോൺ സാകാര ബാബയുടെ അവസാനത്തെ സ്മൃതി സ്ഥാനമാണ്. നല്ലതാണ്. എല്ലാവർക്കും വളരെ സന്തോഷമായില്ലേ? ഗോൾഡൻ ലോട്ടറി കിട്ടി. സോണിന്റെ സേവനം കിട്ടുന്നതിലൂടെ എല്ലാ സേവാധാരികൾക്കും അവസരം കിട്ടുന്നു. സംഖ്യ അനുസരിച്ചാണ് കിട്ടുന്നത്. ഇത്ര പേർ വരണം. ഇപ്പോൾ നോക്കൂ, ഇത്രയും പേരാണുള്ളത്. ഇതും ഓരോ സോണിനും നല്ല അവസരമാണ്. വേണ്ടത്രയും പേരെ കൊണ്ടുവരൂ. നിങ്ങളെല്ലാവർക്കും കുറച്ചു സമയത്തിൽ എത്രമാത്രം പുണ്യത്തിന്റെ സമ്പാദ്യം ശേഖരിക്കപ്പെട്ടു. ഹൃദയപൂർവം യജ്ഞസേവനം ചെയ്യുന്നതിന്റെ അർത്ഥമാണ് തന്റെ പുണ്യത്തിന്റെ സമ്പാദ്യം തീവ്രഗതിയിൽ വർദ്ധിപ്പിക്കണം. സങ്കല്പവും സമയവും ശരീരവും മൂന്നും സഫലമാക്കി. സങ്കല്പം വന്നാലും യജ്ഞസേവനത്തിന്റേത്. സമയവും യജ്ഞസേവനത്തിൽ വിനിയോഗിച്ചു. ശരീരവും യജ്ഞസേവനത്തിനായി അർപ്പിച്ചു. സേവനമാണോ അതോ പ്രതിഫലമാണോ? പ്രത്യക്ഷ ഫലമാണ്. യജ്ഞസേവനം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വ്യർത്ഥ സങ്കല്പം ഉണ്ടായോ? ആർക്കെങ്കിലും വന്നോ? സന്തോഷമായിരുന്നു. സന്തോഷം പങ്കുവച്ചു. ഇവിടെ കിട്ടിയ ഈ സ്വർണിമ അനുഭവം അവിടെയും ഇമർജ് ചെയ്ത് അനുഭവം ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴെങ്കിലും മായയുടെ ഏതെങ്കിലും സങ്കല്പം വന്നാൽ മനസ്സിന്റെ വിമാനത്തിലൂടെ ശാന്തിവനത്തിൽ വന്ന് ചേരണം. മനസ്സിന്റെ വിമാനമില്ലേ? എല്ലാവരുടെ അടുത്തും മനസ്സിന്റെ വിമാനം ഉണ്ട്. ബാബ്ദാദ ഓരോ ബ്രാഹ്മണനും ജന്മസമാനമായി ശ്രേഷ്ഠ മനസ്സിന്റെ വിമാനം നൽകി. ഈ വിമാനത്തിൽ കൂടുതൽ പരിശ്രമിക്കേണ്ടതില്ല.
സ്റ്റാർട്ട് ആകണമെങ്കിൽ എന്റെ ബാബ മതി. വിമാനം നിയന്ത്രിക്കാൻ അറിയാമല്ലോ. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഉണ്ടായാൽ മധുബനിലേക്ക് വന്നു ചേരൂ. ഭക്തിമാർഗത്തിൽ 4 ധാമങ്ങളിൽ പോകുന്നവർ സ്വയം വളരെ ഭാഗ്യശാലി ആയിട്ടാണ് കരുതുന്നത്. മധുബനിലും 4 ധാമങ്ങളുണ്ട്. പോയിട്ടുണ്ടോ 4 ധാമങ്ങളിൽ? പാണ്ഡവ ഭവനിൽ നോക്കിയാൽ 4 ധാമങ്ങളുണ്ട്. വരുന്നവരെല്ലാവരും പാണ്ഡവ ഭവനിൽ പോകാറുണ്ടല്ലോ. ഒന്നാണ് ശാന്തി സ്തംഭം, മഹാധാമം. രണ്ടാമത്തേത് ബാബ്ദാദയുടെ മുറിയാണ്. ഇത് സ്നേഹത്തിന്റെ ധാമമാണ്. മൂന്നാമത്തേതാണ് കുടിൽ. ഇത് സ്നേഹമിലനത്തിന്റെ ധാമം. നാലാമത്തേത് ഹിസ്റ്ററി ഹാൾ. നിങ്ങളെല്ലാവരും 4 ധാമത്തിലും പോയോ? മഹാഭാഗ്യവാന്മാരായി മാറി. ഇപ്പോൾ ഏതെങ്കിലും ധാമത്തെ ഓർമ്മിക്കൂ. എപ്പോഴെങ്കിലും ഉദാസീനരായാൽ കുടിലിൽ ഇരുന്ന് ആത്മീയ സംഭാഷണം നടത്താൻ വരൂ. ശക്തിശാലി ആകുകയാണ് വേണ്ടത് എങ്കിൽ ശാന്തി സ്തംഭത്തിൽ എത്തിച്ചേരൂ. വ്യർത്ഥ ചിന്തകൾ വളരെ വളരെ വേഗത്തിൽ വളരെ കൂടുതലാണ് എങ്കിൽ ഹിസ്റ്ററി ഹാളിൽ എത്തിച്ചേരണം. സമാനമാകുന്നതിന്റെ ദൃഢസങ്കല്പമുണ്ടെങ്കിൽ ബാബ്ദാദയുടെ മുറിയിൽ വരണം. നല്ലതാണ്. എല്ലാവരും സുവർണാവസരം നേടി. അവിടെ ഇരുന്ന് സദാ സുവർണാവസരം എടുത്തുകൊണ്ടിരിക്കണം. ശരി, നല്ല ധൈര്യശാലികളാണ്. കാഡ് ഗ്രൂപ്പ് ബ്രാക്കറ്റിൽ ദിൽവാലകൾ ഇരിക്കുന്നു. എല്ലാവരും ചേർന്ന് വളരെ നല്ല കോൺഫറൻസ് നടത്തി. നല്ലതായി ചെയ്തു. പരസ്പരം മീറ്റിംഗുകൾ ചെയ്തു. പ്രസിഡന്റിനും ഇത് നടക്കണം എന്ന ആഗ്രഹമുണ്ട്. അവർക്കും ആഗ്രഹമുള്ളതുപോലെ അവരെയും കൂടി ചേർത്തുകൊണ്ട് മുന്നോട്ടു പോകൂ. ഒപ്പം ബ്രാഹ്മണരുടെ മീറ്റിംഗിലും തന്റെ കാര്യങ്ങൾ കേൾപ്പിച്ച് നിർദ്ദേശങ്ങൾ എടുക്കണം. സർവ ബ്രാഹ്മണരുടെയും നിർദ്ദേശങ്ങളിലൂടെ ശക്തി ഉണ്ടാകും. നല്ല കാര്യമാണ്. ചെയ്തുകൊണ്ടിരിക്കൂ, വ്യാപിപ്പിക്കൂ. ഭാരതത്തിന്റെ വിശേഷത പ്രകടമാക്കിക്കൊണ്ടിരിക്കൂ. നല്ല പരിശ്രമമാണ് ചെയ്യുന്നത്. നല്ല പ്രോഗ്രാം നടത്തി ദിൽവാലകൾ അവരുടെ വലിയ ഹൃദയം കാണിച്ചു. അതിന് ആശംസകൾ. ഡബിൾ വിദേശി സഹോദരീ സഹോദരങ്ങളോട് നല്ലതാണ്. ഓരോ ടേണിലും ഡബിൾ വിദേശികൾ വരുന്നത് ഈ സംഘടനയുടെ ഭംഗി 10 മടങ്ങായി വർദ്ധിപ്പിക്കുന്നു. ഡബിൾ വിദേശികളെ കാണുമ്പോൾ എല്ലാവർക്കും ഉത്സാഹം കൂടുന്നു. എല്ലാ ഡബിൾ വിദേശികളും ഡബിൾ ഉന്മേഷവും ഉത്സാഹത്തോടെയും മുന്നോട്ട് പറന്നുകൊണ്ടിരിക്കുന്നു. നടക്കുകയല്ല, പറക്കുകയാണ്. അങ്ങനെയല്ലേ? പറക്കുന്നവരാണോ നടക്കുന്നവരാണോ? ആരാണോ സദാ പറന്നുകൊണ്ടിരിക്കുന്നത് അവർ കൈ ഉയർത്തൂ. നടക്കുന്നവർ അല്ല. ശരി, നോക്കിയാൽ വിമാനത്തിൽ പറന്നാണ് എത്തുന്നത്. നിങ്ങൾക്ക് പറക്കുന്നതിന്റെ അഭ്യാസം ഉള്ളതാണ്. അതിൽ ശരീരം കൊണ്ട് പറക്കുന്നു. ഇവിടെ മനസ്സുകൊണ്ടാണ് പറക്കുന്നത്. നല്ല ധൈര്യം വെക്കുന്നുണ്ട്. നോക്കൂ, ബാബ് ദാദ ഏതെല്ലാം കോണുകളിൽ നിന്നാണ് തന്റെ കുട്ടികളെ അന്വേഷിച്ച് കണ്ടെത്തിയത്. വളരെ നല്ലത്. പറയുമ്പോൾ ഡബിൾ വിദേശികളാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിലുള്ളവരാണ്. രാജ്യം ഭരിക്കേണ്ടത് വേറെ എവിടെയാണ്? ഭാരതത്തിലാണ് വേണ്ടത്. സേവനത്തിനായി 5 ഖണ്ഡങ്ങളിലേക്കും പോയതാണ്. 5 ഖണ്ഡങ്ങളിലും പല സ്ഥലങ്ങളിൽ നല്ല ഉന്മേഷവും ഉത്സാഹത്തോടെയും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിഘ്ന വിനാശകരല്ലേ? ഏതെങ്കിലും വിഘ്നങ്ങൾ വന്നാൽ ഭയപ്പെടുന്നവർ അല്ലല്ലോ. എന്തുകൊണ്ടിങ്ങനെ വന്നു? ഇതെന്താണ് സംഭവിക്കുന്നത് എന്നല്ല. എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ ധൈര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗമാണ്. ഭയപ്പെടാനുള്ളതല്ല.
ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗമാണ്. അതിൽ ഉറപ്പില്ലേ? പക്കയാണോ? അതോ കുറച്ചൊക്കെ അപക്വമാണോ? അല്ല, അപക്വം എന്ന വാക്ക് നല്ലതല്ല. ദൃഢമാണ്, ദൃഢമായിരിക്കും, ദൃഢമായി കൂടെ പോകും. ശരി, ദാദി ജാനകി ഓസ്ട്രേലിയ ചുറ്റി സഞ്ചരിച്ചു വന്നതാണ്. അവരെല്ലാം ധാരാളം സ്മരണകൾ നൽകി. ബാബ് ദാദയുടെ അടുത്ത് ഈ മെയിലിലും സന്ദേശം ലഭിച്ചു. ബാബ് ദാദ കാണുന്നുണ്ട്, മുൻപേ സംഭവിച്ചു കഴിഞ്ഞതുപോലെയാണ് ഇപ്പോൾ വലിയ വലിയ പ്രോഗ്രാമുകൾ നടക്കുന്നത്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. സേവനത്തിന്റെ സാധനങ്ങൾ കാര്യത്തിൽ ഉപയോഗിക്കാനുള്ള നല്ല അഭ്യാസമായി. ബാബ് ദാദയ്ക്ക് ഓസ്ട്രേലിയ നമ്പർ 1 ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ UK കുറച്ചുകൂടി മുന്നിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയ ആദ്യമേ ഒന്നാമത് എത്തിയതാണ്. ഇപ്പോൾ വീണ്ടും ഓസ്ട്രേലിയ നമ്പർ 1 ആകണം. UK രണ്ടാമത്തേതാകില്ല, അവരും ഒന്നാമതെത്തും. ബാബ് ദാദയ്ക്ക് ഓസ്ട്രേലിയയിലെ വളരെ പഴയ കുട്ടികളെ ഓർമ്മയുണ്ട്. ബാബ് ദാദയുടെ പ്രിയപ്പെട്ട നിർമ്മല ആശ്രം, നിങ്ങൾ നിർമ്മല ദീദി എന്ന് വിളിക്കുന്നു. ബാബ് ദാദ തുടക്കത്തിലെ നൽകിയ ടൈറ്റിലാണ് നിർമ്മല ആശ്രം. ആ ആശ്രമത്തിൽ അനേകം ആത്മാക്കൾക്ക് ആശ്രയം കിട്ടി. ബാബയുടേതായി ഇനിയും ആയിക്കൊണ്ടും ഇരിക്കുന്നു. ഓരോ ഓസ്ട്രേലിയ നിവാസികളായ കുട്ടികൾക്കും വിശേഷമായി ഓർമ്മകൾ. ഈ മുന്നിലിരിക്കുന്നവർ ഓസ്ട്രേലിയയിൽ നിന്നുള്ളവരല്ലേ? ഓസ്ട്രേലിയക്കാർ എഴുന്നേൽക്കൂ. വളരെ നല്ലത്. ഇവർക്കെത്ര ഉന്മേഷവും ഉത്സാഹവുമാണുള്ളത്. വിശ്വസേവനത്തിനായി ധാരാളം തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ബാബ് ദാദയുടെ സഹായമുണ്ട്, സഫലതയും കിട്ടുന്നുണ്ട്. ശരി, ഇപ്പോൾ ഏത് ദൃഢസങ്കല്പമാണ് വെക്കുന്നത്? ഇപ്പോൾ ഈ സങ്കല്പത്തിലിരിക്കൂ. സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. വിജയം നമ്മുടെ കഴുത്തിലെ മാലയാണ്. ഈ നിശ്ചയത്തിലും ആത്മീയ ലഹരിയിലും അനുഭവി സ്വരൂപമായിരിക്കൂ. ശരി, നാനാഭാഗത്തെയും ചിന്തയിൽ നിന്നും ചിന്തയില്ലാത്ത നിശ്ചിന്ത ചക്രവർത്തിമാർക്ക്, സദാ ദുഃഖമില്ലാത്ത രാജ്യത്തിലെ ചക്രവർത്തി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടികൾക്ക്, സർവ ഖജനാവിനാലും സമ്പന്നരായ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ സർവ കുട്ടികൾക്കും, സദാ സമാപ്തി സമീപത്തേക്ക് കൊണ്ടുവരുന്ന ബാബ് ദാദയ്ക്ക് സമാനരായ കുട്ടികൾക്ക് ബാബ് ദാദയുടെ സ്നേഹസ്മരണകളും ഹൃദയത്തിലെ ആശീർവാദങ്ങളും വരദാതാവിന്റെ വരദാനങ്ങളും നമസ്തേയും. വരദാനം: സ്വയത്തിന്റെ സർവക്കുറവുകളും ദാനത്തിന്റെ വിധിയിലൂടെ സമാപ്തമാക്കുന്ന ദാതാവും വിധാതാവുമായി ഭവിക്കട്ടെ. ഭക്തിയിലെ നിയമമാണ്, ഏതെങ്കിലും വസ്തുവിന്റെ കുറവുണ്ടെങ്കിൽ ദാനം കൊടുക്കാൻ പറയും. ദാനം ചെയ്യുമ്പോൾ കൊടുക്കുന്നത് എടുക്കുന്നത് ആയി മാറും. ഏതെങ്കിലും കുറവുകൾ സമാപ്തമാക്കാനായി ദാതാവും വിധാതാവുമാകൂ. നിങ്ങൾ അന്യർക്ക് ബാബയുടെ ഖജനാവ് കൊടുക്കുന്നതിന് നിമിത്തമായ ആശ്രയം ആകുകയാണെങ്കിൽ കുറവുകളിൽ നിന്ന് സ്വതവേ ദൂരെയാകും. തന്റെ ദാതാ വിധാതാവിന്റെ ശക്തിശാലി സംസ്കാരം ഇമർജാക്കിയാൽ ദുർബല സംസ്കാരങ്ങൾ സ്വതവേ സമാപ്തമാകും. സ്ലോഗൻ: തന്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ ഗുണം പാടിക്കൊണ്ടിരിക്കൂ, കുറവുകളുടേത് അല്ല. അവ്യക്ത സൂചന: സഹജ യോഗി ആകണമെങ്കിൽ പരമാത്മ സ്നേഹത്തിന്റെ അനുഭവി ആകൂ. ആരോടാണോ സ്നേഹമുള്ളത് അവർക്ക് എന്താണോ നല്ലതായി തോന്നുന്നത് അത് ചെയ്യും. ബാബയ്ക്ക് കുട്ടികൾ വിഷമിക്കുന്നത് ഇഷ്ടമല്ല. അതിനാൽ ഒരിക്കലും ഇങ്ങനെ പറയരുത്, എന്തു ചെയ്യാനാണ്, അങ്ങനെയുള്ള കാര്യമായിരുന്നു, അതിനാൽ വിഷമിച്ചു പോയി.
വിഷമിക്കുന്ന കാര്യമായാലും താങ്കൾ വിഷമിക്കുന്ന സ്ഥിതിയിലേക്ക് പോകരുത്. ഹൃദയത്തിൽ നിന്ന് എന്റെ ബാബ എന്ന് വിളിക്കൂ. ആ സ്നേഹത്തിൽ ലയിച്ചു ചേരൂ. ഓം ശാന്തി.